നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സാംസ്കാരിക നഗരിയെ പുളകം കൊള്ളിച്ച് തൃശൂരിന്റെ സ്വന്തം ബോർഡ് നത്താലെ നഗരം നിറഞ്ഞാടി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. ഗവർണർ പദവിക്ക് പാർട്ടിക്ക് പുറമേ നിന്നുള്ളവരെ പരിഗണിക്കണമെന്ന് AP അബ്ദുൾ ഹക്കീം അസ്ഹരി. മുക്കാട്ടുകര മഴയന്നൂർ മഹാദേവ ക്ഷേത്രം കർപ്പൂരാദി നവീകരണ കലശം നടന്നു. വാർത്തകൾ വിശദമായി. സാംസ്കാരിക നഗരിയുടെ തിലകക്കുറിയായ തൃശൂരിന്റെ സ്വന്തം ബോർഡ് നത്താലെ നടന്നു. നഗരത്തിന്റെ ഹൃദയത്തിലൂടെ പാപ്പാമാർ ചുവടുവെച്ച് നീങ്ങി. 10,000-കണക്കിന് പാപ്പാമാർ ഒരേ മനസ്സോടെ സ്വരാജ് റൗണ്ടിനെ ചുവടുവെച്ച് നീങ്ങിയ വർണ്ണക്കാഴ്ച വർണ്ണാതീതമായിരുന്നു. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും ഈ അവിസ്മരണീയ കാഴ്ച കാണാൻ ജനം റോഡ് ഇരുവശവും തിങ്ങി നിറഞ്ഞു നിന്നു. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജ്ജു, സുരേഷ് ഗോപി, മാരാൻഡ്രൂസ് താഴത്ത്, മേയർ MK വർഗീസ്, മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, VD സതീശൻ, മാർ ടോണി നീലങ്കാവിൽ, മാർ ഔഗിൻ കുര്യാക്കോസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുതലായവർ അണിനിരന്നു. കളക്ടർ വൈഡ്
പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡൽഹി എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് ആശുപത്രിയിലായിരുന്നത്. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 ജനനം. 48 പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ 1ാം ക്ലാസ് ഓണേഴ്സ് നേടി. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ D.Phil പൂർത്തിയാക്കി. പഞ്ചാബ് സർവകലാശാലയിലും പ്രമുഖ ഉന്നത പഠന കേന്ദ്രമായ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിച്ചപ്പോൾ മെച്ചപ്പെട്ട പ്രകടനം അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയനാക്കി. UNCTD സെക്രട്ടേറിയറ്റിലും പ്രവർത്തിച്ചു. 1971 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി. ധനമന്ത്രാലയത്തിന്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായും നിയമിതനായി. പ്രധാന പദവികൾ ഡോക്ടർ സിംഗിനെ തേടിയെത്തി. ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവെന്ന് വിളിക്കാവുന്ന 91-96 കാലഘട്ടത്തിൽ ഡോക്ടർ സിംഗ് ഇന്ത്യയുടെ ധനമന്ത്രിയായി. സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ലോകം അംഗീകരിച്ചു. ഇന്ത്യയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വ്യക്തിത്വം വിഷയമാകും. ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും നേടി. ഏറ്റവും പ്രമുഖ പുരസ്കാരം 1987 ലഭിച്ച രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷണാണ്. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി അവാർഡും മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡും ധനകാര്യമന്ത്രിക്കുള്ള യൂറോമണി അവാർഡും കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ആഡം സ്മിത്ത് സമ്മാനവും കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിലെ മികച്ച പ്രകടനത്തിന് റൈറ്റ്സ് പ്രൈസും അദ്ദേഹത്തിന് ലഭിച്ചു. പല പ്രമുഖ ദേശവിദേശ സംഘടനകളും ആദരിച്ചു. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകൾ ബിരുദങ്ങൾ നൽകാൻ തയ്യാറായി. രാജ്യാന്തര സംഘടനകളിലും സമ്മേളനങ്ങളിലും ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്തു. സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് അന്താരാഷ്ട്ര തലവന്മാരുടെ യോഗത്തിലും വിയന്നയിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലും ഇന്ത്യൻ സംഘത്തെ നയിച്ചു. രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ അംഗമാണ് അദ്ദേഹം. പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് 2004 മെയ് 22 പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. രണ്ടാമത് അധികാരമേറ്റത് 2009 മെയ് 22. ഡോക്ടർ മൻമോഹൻ സിംഗ് ഭാര്യ ഗുർകരൺ സിംഗിനും 3 പെൺമക്കളാണ് ഉള്ളത്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
ഉറങ്ങണില്ല. ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സൺബേൺ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മ്യൂസിക് ആൻഡ് ഡാൻസ് നടത്തുന്ന സ്ഥാപനം. തൃശൂർ കോർപ്പറേഷൻ വ്യാപാരി വ്യവസായി, തൃശൂർ ജില്ലാ സമിതി, ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി എന്നിവർ ചേർന്ന് കേരളത്തിൽ ആദ്യമായി ന്യൂ ഇയറിന് ഇലക്ട്രോണിക് മ്യൂസിക് ആൻഡ് ഡാൻസ് EDM തൃശൂരിൽ സംഘടിപ്പിക്കുന്നു. സൺബേൺ ഫെസ്റ്റിവൽ 2025 ന്യൂ ഇയർ പരിപാടി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിച്ചവർക്ക് സഹായത്തിനായും വയനാടിൽ സംഘടിപ്പിക്കാൻ ബോച്ചെ ഗ്രൂപ്പ് മുൻകൈയെടുത്തു. സാങ്കേതിക കാരണങ്ങളാൽ ഈ പ്രോഗ്രാം മാറ്റാൻ തീരുമാനിച്ചു. തൃശൂർ കോർപ്പറേഷനും വ്യാപാരികളും ചേർന്ന് നടത്തിവരാറുള്ള നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പകരം ന്യൂ ഇയറിന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നു. ബോച്ചെ ഗ്രൂപ്പ് വയനാടിന് പ്രഖ്യാപിച്ച സഹായങ്ങൾ തുടരും. ന്യൂ ജനറേഷന് ഏറെ താല്പര്യമുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സംഗീതോത്സവമായ സൺബേണിന്റെ തൃശൂരിന്റെ ചരിത്രത്തിലെ തിരകക്കുറിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകപ്രശസ്ത DJ താരങ്ങളായ മേരി ഫെറാറി, അന്നാബ്രീത് തുടങ്ങിയവർക്കൊപ്പം മലയാളത്തിന്റെ യുവഗായിക ഗൗരി ലക്ഷ്മിയുടെ ബാൻഡും ഇലക്ട്രോണിക് ഫയർ വർക്ക്സും ഉണ്ടായിരിക്കും. ഗവർണർ പദവിയിൽ പാർട്ടിക്ക് പുറത്തുള്ളവരെ പരിഗണിക്കണമെന്ന് ഡോക്ടർ AP അബ്ദുൾ ഹക്കീം അസ്ഹരി. സജീവ കക്ഷിരാഷ്ട്രീയത്തിന് പുറത്തുനിന്നുള്ളവരെ ഗവർണർ പദവിയിൽ നിയോഗിക്കുന്നത് സംസ്ഥാനങ്ങളും ഗവർണർമാരും തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൾ ഹക്കീം അസ്ഹരി കാന്തപുരം അഭിപ്രായപ്പെട്ടു. കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന് അഭിമാനമായ പ്രതിഭകൾ രാജ്യത്തുണ്ട്. അത്തരക്കാരെ ഭരണഘടനാ പദവികളിലേക്ക് പരിഗണിക്കുന്നത് യശസ്സുയർത്തും. കക്ഷിരാഷ്ട്രീയത്തിൽ നിന്നുള്ളവരെ നിയമിക്കണമെന്ന് ഭരണഘടനയിലില്ല. മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷനായി. സമസ്ത ജില്ലാ സെക്രട്ടറി PSK മൊയ്തു ബാഘവി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ത്വാഹ സഖാഫി, സയ്യിദ് തുറാഖ് അസഹാഖ്, ഡോക്ടർ PA ഫാറൂഖ്, ഗഫൂർ മൂന്നുപീടിക, SMK തങ്ങൾ, അമീർ തളിക്കുളം, ഷാഫി ഖാദിരി, അനസ് ചേലക്കര എന്നിവരും സംബന്ധിച്ചിരുന്നു. SYS സമ്മേളനത്തിന് വെള്ളിയാഴ്ചയാണ് തുടക്കം. SYS കേരള യുവജന സമ്മേളനം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4-ന് പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ യഹിയ റോഡസ് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ പ്രഭാഷണം നടത്തും. 10,000 സ്ഥിരം പ്രതിനിധികളുള്ള സമ്മേളനത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 5-ന് പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പ്രഭാഷണം നടത്തും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ നെട്ടിശ്ശേരി യൂണിറ്റ് 25ാം സമ്മേളനം ഒല്ലൂക്കര സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പാർവതി മുരളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രജനി ശിവദാസൻ റിപ്പോർട്ടും ട്രഷറർ മാർഗ്രറ്റ് പോൾ, പങ്കജം ബാലൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകുക, മദ്യം മയക്കുമരുന്ന് വ്യാപനം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. പുതിയ ഭാരവാഹികളായി പാർവതി മുരളി പ്രസിഡന്റ്, രജനി ശിവദാസൻ സെക്രട്ടറി, മാർഗ്രറ്റ് പോൾ ട്രഷറർ എന്നിവരടങ്ങിയ 21 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അമിത രാജൻ സ്വാഗതവും കുമാരി നന്ദിയും രേഖപ്പെടുത്തി. അസാപ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാം. യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അസാപ് കേരള നടത്തുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു.
സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പൈത്തൺ ഫോർ ഡാറ്റ മാനേജ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആയുർവേദ തെറാപ്പി എന്നീ കോഴ്സുകൾ ജനുവരിയിൽ ആരംഭിക്കും. വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് അസാപ് കേരളയുടെ പ്ലേസ്മെന്റ് സഹായമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8848441522. മുക്കാട്ടുകര മായന്നൂർ മഹാദേവ ക്ഷേത്രം കർപ്പൂരാദി നവീകരണ കലശം, പത്രിക പ്രകാശനം, ധനസമാഹരണ കൂപ്പൺ വിതരണം എന്നിവയും ഉദ്ഘാടനം കൌൺസിലർ ശ്യാമള മുരളീധരൻ നിർവഹിച്ചു. ഋഷികേശൻ സോമയാജിപ്പാട് അധ്യക്ഷത വഹിച്ചു. ശങ്കരനാരായണൻ അടിതിരിപ്പാട്, കൃഷ്ണദാസ് നമ്പൂതിരി, ടി ചന്ദ്രൻ, കെ നാരായണൻ, എ മുരളീധരൻ, സന്ദീപ്, രാമചന്ദ്രൻ, പ്രശാന്ത് എടത്തറ, കെ എസ് സുജിത്, പി കെ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കണ്ണൻ നായർ അയനാത്ത് സ്വാഗതവും പ്രസിഡന്റ് ജയൻ മേനോൻ നന്ദിയും അറിയിച്ചു. ദിവസമായി വളരെ കഷ്ടപ്പാടുകൾ ഞാൻ അവരുടെ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് എനിക്കറിയാം. ഓരോ ദിവസവും ഇവിടെ നടക്കുന്ന മറ്റൊരു ഇടവേള. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ, കാലം നമ്മിൽ ഒന്നായി മാറി, ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജുവലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകൾ തുടരുന്നു. കോർപ്പറേഷൻ മേയർ MK വർഗീസിനുള്ള പിന്തുണ പിൻവലിക്കാൻ PDP ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജെൻസൺ ആലപ്പാട്ടിന്റെ വെല്ലുവിളി. മേയർക്കുള്ള പിന്തുണ പിൻവലിക്കാൻ CPIക്ക് ചങ്കൂറ്റമില്ലെന്നും BJP അനുകൂലിയാണ് മേയർ എന്ന് മനസ്സിലാക്കിയിട്ടും ആദർശം പണയം വെക്കാതെ അധികാരം നിലനിർത്താനുള്ള ആഗ്രഹം മാറ്റിവെച്ച് മേയർക്കുള്ള പിന്തുണ പിൻവലിച്ചതായി CPIക്ക് പറയാൻ മാത്രമേ കഴിയൂ. പ്രവർത്തിക്കാൻ ചങ്കൂറ്റമില്ലെന്ന് ജെൻസൺ ആലപ്പാട്ട് കുറ്റപ്പെടുത്തി. എൻ്റെ പേര് ജെൻസൺ ആലപ്പാട്ട് എന്നാണ്. PDPയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. ഇന്നിവിടെ മാധ്യമങ്ങളിൽ കൂടി PS സുനിൽകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ BJP അനുകൂലിയാണ് എന്നൊക്കെ. മുൻപും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സുനിൽകുമാർ പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, കോർപ്പറേഷൻ മേയർ BJP അനുകൂലിയാണെങ്കിൽ CPI കാണിക്കേണ്ടത് മേയർക്കുള്ള പിന്തുണ പിൻവലിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ചങ്കൂറ്റമാണ് CPI കാണിക്കേണ്ടത്. CPIയുടെ ആദർശം പണയം വയ്ക്കാതെ CPI ആ പിന്തുണ പിൻവലിച്ച് അധികാരഭ്രമത്തിൽ നിന്നും പിന്തിരിക്കുകയാണ് വേണ്ടത് എന്ന് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ചുവന്നമണ്ണ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി. ഡിസംബർ 28, 29 തീയതികളിൽ പ്രധാന പെരുന്നാളിന് ഡോക്ടർ ഏലിയാസ് മോർ അത്താനിയൂസ് മെത്രാപ്പോലിത്ത കൊടിയുയർത്തി
പെരുന്നാൾ ദിവസം അഭിവന്ദ്യ ഡോക്ടർ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുണ്ട്. ഇടവകയിൽ നിന്ന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ കൂദാശയും താക്കോൽദാനവും ഇടവക മെത്രാപ്പോലിത്ത അഭിവന്ദ്യ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമീസ് തിരുമേനി നിർവഹിക്കും. ഡിസംബർ 30-ന് ഭക്തസംഘടനകളുടെ സംയുക്ത വാർഷികം. പെരുന്നാൾ റാസ, ലേലം, നേർച്ച സദ്യ എന്നിവ ഉണ്ടായിരിക്കും. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ എൽദോ എം ജോയ് മുഴുവഞ്ചേരി പറമ്പത്ത്, ട്രസ്റ്റി ഷെനിൽ നാരേക്കാട്ടിൽ, സെക്രട്ടറി ജോൺസൺ വള്ളിക്കാട്ടിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാംസ്കാരിക നഗരിയെ പുളകം കൊള്ളിച്ച് തൃശൂരിന്റെ സ്വന്തം ബോർഡ് നത്താലെ നഗരം നിറഞ്ഞാടി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. ഗവർണർ പദവിക്ക് പാർട്ടിക്ക് പുറമേ നിന്നുള്ളവരെ പരിഗണിക്കണമെന്ന് AP അബ്ദുൾ ഹക്കീം അസ്ഹരി. മുക്കാട്ടുകര മഴയന്നൂർ മഹാദേവ ക്ഷേത്രം കർപ്പൂരാദി നവീകരണ കലശം നടന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.